നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ഫീച്ചറാണ്. ഏതൊക്കെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഏത് ഗ്രൂപ്പിൽ നിന്ന് ഏത് വ്യക്തിയാണ് നമുക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലൂടെയാണ് നമുക്ക് മെസ്സേജ് വന്നത് എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോൺ എടുത്ത് നമുക്ക് വന്ന മെസ്സേജ് ഏത് ഗ്രൂപ്പിൽ നിന്നാണ്, എന്താണ് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് മെസ്സേജ് അയച്ചതൊക്കെ നോട്ടിഫിക്കേഷൻ ബാറിലിരുന്ന് കാണാൻ സാധിക്കും. അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഒന്നാമത്തെ ഫീച്ചർ അതാണ്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ഇത് ചില ഫോണിനകത്ത് വ്യത്യസ്തമായിരിക്കും. ചില ഫോണിനകത്ത് ഹൈഡ് കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും, ചില ഫോണിനകത്ത് ഷോ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഷോ കണ്ടൻറ്റ് എന്നോ അല്ലെങ്കിൽ ഹൈഡ് കണ്ടൻറ്റ് എന്നോ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ എന്നോ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഇവിടെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നാണ് കാണുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ 3 സെറ്റിങ്സ് ഉണ്ട്. ഇതിനകത്ത് രണ്ടാമത്തെ സെറ്റിങ്സ് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഓൾറെഡി ഇവിടെ ഓണായി കിടക്കുന്നത് ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് എന്ന ഭാഗത്താണ്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ഏത് ആപ്പിൽ നിന്നാണ്, അത് എന്തൊക്കെയാണ് മെസ്സേജ് അയച്ചതെന്നൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് വാട്സപ്പിൽ ആരെങ്കിലും അയച്ച മെസ്സേജ് അത് കൃത്യമായിട്ട് മുഴുവനായിട്ട് വായിച്ച് നോക്കാൻ സാധിക്കും. അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ പ്രൈവസി നമുക്ക് ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത് കാണുന്ന ഷോ ആപ്പ് ഒള്ളി എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആപ്പിൽ നിന്നാണോ മെസ്സേജ് വന്നത് ആ ഒരു ആപ്പിൻ്റെ ഐക്കൺ മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് വന്നാൽ വാട്സപ്പിൻ്റെ ഐക്കൺ മാത്രം കാണിക്കും, മെസ്സേജ് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രണ്ടാമത് കാണുന്ന ഷോ ആപ്പ് ഒള്ളി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ കൂടെ ഉണ്ട്, ഡു നോട്ട് ഷോ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ കാണിക്കില്ല. ലോക്ക് സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ മെസ്സേജും കാണാൻ സാധിക്കുള്ളൂ. അതും വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ഒരു നോട്ടിഫിക്കേഷൻ ആർക്കും വായിച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്നത് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ, ലോക്ക് സ്ക്രീനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വരിച്ച് നമ്മുടെ നെറ്റ് ഓൺ ചെയ്യും, ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ചെയ്ത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോൺ ലോക്ക് ആയിരിക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിനകത്തൊരു സെറ്റിങ്സ്. പല ആളുകളും ഇത് ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും, നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്താലും ആർക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു നോക്കാനും അത് നെറ്റ് ഓൺ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താഴോട്ട് വലിക്കുന്നത് മൊബൈൽ ഫോൺ ലോക്ക് ആകുന്ന സമയത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ താഴെ ഭാഗത്തേക്ക് വലിക്കുന്നത് ഓഫ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് പല ആളും ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി രണ്ടാമത്തെ സെറ്റിങ്സ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് തന്നെയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ഒരു ഓപ്ഷൻ, സ്വൈപ്പ് ഡൗൺ ഓൺ ലോക്ക് സ്ക്രീൻ ഓർ വ്യൂ നോട്ടിഫിക്കേഷൻ ഡ്രോവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറും അതുപോലെ താഴേക്ക് ആർക്കും വലിച്ചു നോക്കാൻ സാധിക്കുകയോ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാനോ ഒന്നും ആർക്കും സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വലിച്ചു നോക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ സെറ്റിങ്സ്. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. നമ്മൾ ആരുടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യണം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ പവർ ബട്ടൺ, നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പവർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ അറിയാതെ ഏതെങ്കിലും സ്ഥലത്തോ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കോൾ വരുന്നുണ്ടെങ്കിൽ അയാളുടെ കോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ജസ്റ്റ് നിങ്ങളുടെ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൾ ആ സമയത്ത് കട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് എൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ എൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം പ്രസ് പവർ ബട്ടൺ ടു എൻഡ് കോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന പ്രസ് പവർ ബട്ടൺ ടു എൻഡ് കോൾ എന്നുള്ള ഈ ഭാഗത്തേക്ക് ഈ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫോൺ ഏത് സമയത്തും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കോൾ ജസ്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്ക്രീൻ ഓൺ ചെയ്ത് അത് കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ തൊടാൻ ബുദ്ധിമുട്ടാണ്.
കയ്യിൽ വെള്ളമുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കയ്യിൽ വെള്ളം നനഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ജസ്റ്റ് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കോൾ കട്ട് ചെയ്യാൻ സാധിക്കും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. അപ്പോൾ ഈ 3 ഫീച്ചറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.